നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു സ്ത്രീ തൻ്റെ പുരുഷനെ അഗാധമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായി, നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്ന സ്ത്രീയാണെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പ്രചോദിതയായി തീരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ശബ്ദത്തിൽ വരുന്ന വ്യത്യാസം പോലും അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയും എന്നുള്ളതാണ്. നിങ്ങളുടെ ശബ്ദം പോലും അവളെ ആകർഷിക്കുന്നുവെങ്കിൽ അവളുടെ മനസ്സ് നിങ്ങളോടൊപ്പം തന്നെ ആണ് എന്നുള്ളതാണ്. നിങ്ങളോടൊപ്പം അവൾ സന്തോഷിക്കുകയും നിങ്ങൾ വിളിച്ചാൽ അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുകയും നിങ്ങളെ കാത്തിരിക്കുകയും ചെയ്യുന്ന പ്രതീതി നിങ്ങൾക്ക് തോന്നാം അവളിൽ. അതുപോലെ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ട ഒരു അവസരമാണെങ്കിൽ അവൾ ആശ്വസിപ്പിക്കുകയും, നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ സ്നേഹപൂർവ്വം അവൾ തിരുത്തുകയും, അതുപോലെ തന്നെ ഒരിക്കലും അവൾ നിങ്ങളോട് അസഹനീയമായ രീതിയിൽ പെരുമാറുകയുമില്ല. അപ്പോൾ ഇതൊക്കെ അവൾ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. ഇനി അടുത്തതായി, അവൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവ് എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയുടെ സ്നേഹം അവളുടെ കണ്ണുകളിലെ തിളക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നു. അപ്പോൾ കണ്ണുകൾ ആത്മാവിൻ്റെ ജാലകങ്ങളാണ്. അവരുടെ കണ്ണുകളിലെ തിളക്കം അത് ഹൃദയത്തിലെ സ്നേഹം അത് പ്രതിഫലിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് ആചാര്യ ചാണക്യൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഒരു വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കുക. അവ നിഷ്കളങ്കമെങ്കിൽ ആ വ്യക്തി വിശ്വസനീയമാണ്. വാക്കുകളും ചേഷ്ടകളും വഞ്ചിക്കാം, എന്നാൽ കണ്ണുകൾ സത്യം വിളിച്ചു പറയുന്നു. അപ്പോൾ ഒരു സ്ത്രീ നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നു എങ്കിൽ അവരുടെ കണ്ണുകളിലെ തിളക്കം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇനി അടുത്തതായി, അവൾ നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നു എങ്കിൽ അവളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ, അവൾ അവൻ്റെ താല്പര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും മുൻഗണന നൽകുന്നു എന്നതാണ്. എന്നാൽ ആത്മാർത്ഥതയില്ലാത്തതാണെങ്കിൽ സ്വന്തം താല്പര്യത്തിന് മുൻഗണന നൽകി വ്യാജമായ അവളുടെ സ്നേഹപ്രകടനങ്ങൾ നടത്തി ഇത് അവളുടെ പ്രത്യേക താല്പര്യം പൂർത്തീകരിക്കാനുള്ള അഭിനയമായി കണക്കാക്കാം. ഇനി അടുത്തതായി, ഒരു സ്ത്രീ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ അവളിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവൾ അവന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകും എന്നുള്ളതാണ്. ഒരു സ്ത്രീ നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് മുന്നേറാനും വിജയിക്കാനും പ്രോത്സാഹനമായി മാറും എന്നുള്ളതാണ്. അതായത്, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അവൾ സജീവ പങ്കാളിയാവും എന്നുള്ളതാണ്. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവൾ അതിൽ നിന്ന് അകലം പാലിക്കാതെ അവളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുന്നത്, നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ തരുന്നത് നിങ്ങളോട് അവളുടെ സ്നേഹത്തിൻ്റെ തീവ്രതയാണ് വെളിവാക്കുന്നത്. ഒരു വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എങ്കിൽ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാകും എന്നുള്ളതാണ്. ഒരു ശക്തമായ ബന്ധം ഒരേ മനസ്സുള്ളവരുടേതായിരിക്കണം. ഇനി അടുത്തതായി, അവൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നെങ്കിൽ അവളിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത, അവൾ അവൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾ അവൾ മനസ്സിലാക്കുകയും അതിന് മുൻഗണന നൽകുകയും ചെയ്യും. ഒരു സ്ത്രീ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ അവളുടെ സ്വന്തം ആഗ്രഹങ്ങളായി കാണാൻ തുടങ്ങും. അവൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവൾ പൂർത്തീകരിച്ച് തരുമ്പോൾ അത് അവളുടെ
അവളുടെ ഉത്തരവാദിത്തമല്ല. അത് അവളുടെ സ്നേഹത്തിൻ്റെ സ്വാഭാവിക പ്രകടനമായി കാണാൻ സാധിക്കും. പിന്നെ അവളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൻ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തു വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ സ്നേഹത്തിൻ്റെ ഉറച്ച തെളിവാണ്. പിന്നെ അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും അതിനനുകൂലമായി അവൾ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ബന്ധങ്ങളെയും ആദരിക്കുവാൻ അവൾ തുടങ്ങും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളെ അവളും സ്നേഹിക്കും. അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ താല്പര്യങ്ങൾ അവളുടേതായി മാറുന്നതിൻ്റെ ലക്ഷണമാണ്. ഇനി അവൾ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു ലക്ഷണമായി കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ കൂടുതൽ സുന്ദരിയായി അവൾ പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ്. വൃത്തിയോടും വെടിപ്പോടും അവൾ നിങ്ങളോട് പെരുമാറുന്നു എന്നുള്ളതാണ്. അവളുടെ വാക്കുകളും നടപ്പും നിൽപ്പുമെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിലാക്കുവാൻ അവൾ ശ്രമിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. ഇനി അവളുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, അവൻ മാത്രം കാണുന്ന ഒരു പ്രത്യേക സ്വഭാവം അവൾക്കുണ്ടാവും എന്നുള്ളതാണ്. മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളോടുള്ള അവളുടെ സമീപനം. ഈ വ്യത്യാസം അവളുടെ സ്നേഹം വെളിവാക്കുന്നു. ഒരു സ്ത്രീയുടെ യഥാർത്ഥ മുഖം അവരോട് അത്രയും വിശ്വസ്തരായവരോട് മാത്രമേ അവൾ വെളിപ്പെടുത്തുകയുള്ളൂ. ഇങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ആ സ്ത്രീ യഥാർത്ഥത്തിൽ തന്നെ ആത്മാർത്ഥമായി തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളത്. ഇനി അടുത്തതായി അവളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെത്, അവനെ അപമാനിക്കുന്നതോ അനീതിയായി പെരുമാറുന്നതോ അവൾക്ക് സഹിക്കുകയില്ല എന്നുള്ളതാണ്. ആരെങ്കിലും അവരെ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അവൾ അവനെ സംരക്ഷിക്കുവാൻ മുൻപന്തിയിലായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളെ സംരക്ഷിക്കുവാൻ മുന്നിട്ടിറങ്ങുന്ന സ്ത്രീ നിങ്ങൾക്ക് അവരുടെ ഉള്ളിൽ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതുപോലെ തന്നെ അവളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ വിജയങ്ങൾ അവളുടെ സ്വന്തം വിജയങ്ങളായി കാണും എന്നുള്ളതാണ്. സത്യസന്ധമായ ബന്ധങ്ങൾ വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ അളക്കും എന്നുള്ളതാണ്. യഥാർത്ഥ സ്നേഹമുള്ളവർ വിജയത്തിൽ സന്തോഷിക്കുകയും പരാജയത്തിൽ പിന്തുണ നൽകുകയും ചെയ്യും. നിങ്ങളുടെ വിജയത്തിൽ അവൾ മതിമറന്ന് ആഹ്ലാദിച്ചാൽ അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ്. അപ്പോൾ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു സ്ത്രീയിൽ അവളുടെ വാക്കുകളിലൂടെയോ പ്രവൃത്തിയിലൂടെയോ അത് നിങ്ങൾക്ക് തെളിയും. അവളുടെ സ്നേഹത്തിൽ സംശയമുണ്ടാകില്ല. യഥാർത്ഥ സ്നേഹത്തിൽ ഒരിക്കലും ഒരു സംശയത്തിനിടയുണ്ടാകില്ല. സ്നേഹം ഏറ്റവും വലിയ ഒരു ശക്തിയാണ്, ദുർബലതയല്ല, ശക്തിയാണ്. സ്നേഹം സ്വാർത്ഥതയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്നതല്ല. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ജനിക്കുന്ന നിർമ്മലവും നിസ്വാർത്ഥവും ത്യാഗപൂർണവുമായ ദൈവിക ഭാവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.